എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ബീട്രൂട്ട് പുട്ടാണ്. കറി പോലും വേണ്ട ഈ ഒരു സുന്ദരി പുട്ട് കഴിക്കാനായിട്ടും. രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വളരെ മടി കാണിക്കാറുണ്ട്. അവർക്ക് ഈ ഒരു രീതിയിൽ പുട്ടുണ്ടാക്കി കൊടുത്താൽ രാവിലെ വയറ് നിറയെ പുട്ട് കഴിക്കുകയും ബാക്കി ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനായിട്ട് ഇത് തന്നെ മതിയെന്ന് വാശി പിടിക്കുകയും ചെയ്യും. നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ നമുക്കെല്ലാവർക്കും വലുത്. ഇന്നത്തെ നമ്മുടെ പുട്ടില് ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കറിയൊന്നും തന്നെ വേണ്ട ഈ ഒരു പുട്ട് കഴിക്കാനായിട്ടും. ഇനിയിപ്പോൾ ഡയറ്റ് നോക്കുന്ന എൻ്റെ കൂട്ടുകാർക്കും ഡയബറ്റിക് പേഷ്യൻസിനും ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ള മധുരം ഒഴിവാക്കി വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ബീട്രൂട്ട് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബീട്രൂട്ടിന്റെ തോലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ടിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ വെന്ത് വരാൻ ആവശ്യമായ 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ബീട്രൂട്ട് നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട്. ഈ കഷ്ണങ്ങളൊന്ന് ഇതുപോലെ ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് നമുക്ക് 1/2 സ്പൂൺ അളവില് നെയ്യ് ചേർത്ത് കൊടുക്കാം. പുട്ടിന് പൊടി നനയ്ക്കുമ്പോൾ കുറച്ച് നെയ്യ് ചേർക്കുവാണെങ്കിൽ നമ്മുടെ പുട്ട് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റും നല്ല മയവും കിട്ടുന്നതാണ്. ഇനി നമ്മുടെ പുട്ടിന് ചെറിയൊരു മധുരമൊക്കെ കിട്ടാനായിട്ട് 2 സ്പൂൺ അളവില് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ തന്നെ ബീട്രൂട്ട് വെന്ത് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ചെറുതായിട്ടൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ചൂടാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ പുട്ടുപൊടി ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 കണ പുട്ടുണ്ടാക്കാനുള്ള അളവാണ്. പുട്ടുപൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഈ ഒരു പൊടി നനച്ചെടുക്കാനായിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബീട്രൂട്ട് വെന്ത വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കുന്നതും. ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചുകൂടി എടുക്കാം. ഈ ഒരു പുട്ടുപൊടി നനച്ചെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമുക്ക് ബീട്രൂട്ട് കൊണ്ട് 2 തരത്തിൽ പുട്ടുണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ വേവിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പച്ചയോടുകൂടിയും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേങ്കിൽ വേവിച്ച ബീട്രൂട്ട് വെച്ച് പുട്ട് തയ്യാറാക്കുമ്പോഴാണ് നല്ല സ്വാദും നല്ല കളറൊക്കെ കിട്ടുന്നത്. ബീട്രൂട്ട് വേവിക്കാതെ പൊടി നനച്ചെടുക്കുമ്പോൾ നമ്മുടെ പൊടിക്ക് ഒരു കറുത്ത കളറൊക്കെ വരാനും സാധ്യത വളരെ തന്നെ കൂടുതലാണ്. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയ പൊടി ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അല്പം നനവ് കൂടുതലായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും നല്ല പോലെ പാകായി കിട്ടുന്നതുമാണ്. എല്ലാ പൊടിയും ഇതുപോലെ ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാത്തത് കൊണ്ടും പുട്ടുപൊടിക്ക് നനവ് ആവശ്യമായതുകൊണ്ടും ഒരു 10-15 മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ പൊടി കറക്റ്റ് ആയിട്ടുള്ള ഒരു പാകത്തിലേക്ക് ആയി കിട്ടുന്നതും. അങ്ങനെ നമ്മുടെ പൊടി കുഴച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊടി ഇപ്പോൾ ഇതേ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ആവി വരുന്ന പുട്ടുകണയിലേക്ക് പൊടി വാരി നിറച്ചു കൊടുക്കാം. അങ്ങനെ നാളികേരവും ഇടകലർത്തി പൊടിയും ചേർത്ത് വാരി നിറച്ചു കൊടുക്കുവാണ്. നിറച്ചു കൊടുക്കുമ്പോൾ ഒരേ ലെവലിൽ തന്നെ അളവ് വെച്ചിട്ട് വേണം നമുക്ക് നിറച്ചു കൊടുക്കാനായിട്ടും. അപ്പോഴാണ് പുട്ട് നല്ല ഷേപ്പോടുകൂടി തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കുന്നതും. പുട്ടുകണയിൽ നിറച്ചെടുത്ത പുട്ടുപൊടി ആവിയിൽ വെച്ചെന്ന് വേവിച്ചെടുത്തിട്ടുമുണ്ട്. നല്ല പോലെ ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. 1 മിനിറ്റ് നേരം ആവിയിൽ വെന്ത പുട്ട് നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് കൂടെ കുത്തി മാറ്റാം. കാണാൻ അത്രയും സുന്ദരമായിട്ടും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റോടുകൂടിയും നമ്മുടെ ആദ്യ പുട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതും ഇതുപോലെ തന്നെ നിറച്ചെടുക്കാം. നിങ്ങൾ പുട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ പൊടിഞ്ഞു പോവാറുണ്ടോ? ഇനി എന്റെ കൂട്ടുകാർക്ക് പൊടിയാതെ പുട്ട് വേവിച്ചെടുക്കുന്നതിനായിട്ട് പുട്ട് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് പുട്ട് കുത്തിയെടുക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഷേപ്പോടുകൂടി തന്നെ പുട്ട് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ കണയിലേക്ക് നിറച്ചെടുക്കുമ്പോൾ ഒരളവ് കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ ഇതുപോലെ തന്നെ പുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്.
നമ്മുടെ ഈ ഹെൽത്തി പുട്ട് പൊടി നനച്ചെടുക്കാനായിട്ട് നമ്മുടെ കൈയുടെ പോലും ആവശ്യവുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എന്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികളുടെ വയറ് നിറയെ തന്നെ കഴിപ്പിക്കാനായിട്ട് ഇതുപോലെയൊക്കെ പുട്ട് തയ്യാറാക്കി കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.